24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെതിരായ കള്ളക്കേസിൽ ചാലക്കുടി ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം നടക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നലെ റൂബിൻലാൽ ജയിൽ മോചിതനായി. അദ്ദേഹത്തിന് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മളോടൊക്കെ സംസാരിച്ചു. അതിൻ്റെ കാര്യം ഞാൻ വിശദമായിട്ട് പറയാം. ഡിവൈഎസ്പി ആർ അശോകനോട് IG കെ സേതുരാമൻ വിശദീകരണം ചോദിച്ചു. CA ആൻഡ്രിക് ഗ്രോമിക്കിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിനാണ് അന്വേഷണം. കാരണം ഇദ്ദേഹം മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി എത്തിയിട്ട് അദ്ദേഹം ചെയ്തത് ഈ നെറിയേട് കാണിച്ച് സർക്കിൾ ഇൻസ്പെക്ടറെ സംരക്ഷിക്കാൻ ഒരു കുട പിടിച്ചു കൊടുക്കുക ചെയ്തത്. ഒരിക്കലും ഒരു സീനിയർ ഓഫീസർ, DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തുകൂടാത്ത കാര്യമാണ് ഈ DYSP അശോകൻ ചെയ്തു വച്ചത്. അതുകൊണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ അന്വേഷണം മുഴുവൻ അശോകനെതിരെയും വരുന്നു. 24-ൻ്റെ ബിഗ് ബ്രേക്കിങ്ങുമായി ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. പല പ്രേക്ഷകൻ റൂബിൻലാൽ അദ്ദേഹത്തെ നമ്മൾ മോർണിംഗ് ഷോയിൽ കണ്ടില്ലല്ലോ, പക്ഷേ ഇന്നലെ തന്നെ നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം വിശദമായി സംസാരിച്ചിരുന്നു. എന്തായാലും നമ്മൾ ഉയർത്തിയ പ്രശ്നം അതിൽ നന്മയുണ്ട് എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. പറയൂ ദീപക്. SKN ഇതിൽ പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ വെളിച്ചത്താവുന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റു ചെയ്താൽ അതിൻ്റെ സുപ്പീരിയർ ഓഫീസർ അതിൽ കൃത്യമായി നിയമപരമായ നടപടി എടുത്തു പോകണം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ എന്നാൽ ഇതിൽ സുപ്പീരിയർ ഓഫീസറായ ആർ അശോകൻ DYSP, അദ്ദേഹം ഇലക്ഷൻ ട്രാൻസ്ഫറായി പാലക്കാട് നിന്നും ചാലക്കുടി DYSP ആയിട്ട് വന്നതാണ്. അദ്ദേഹം ഈ ഹെൻറിക് ഗ്രോമിക്കിനെ കൃത്യമായി സംരക്ഷിച്ചു എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലായത്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് ഗൗരവമായി അതിൽ അന്വേഷണം നടത്തുന്നു. IG യെ നേരിട്ട് ഏൽപ്പിക്കുന്നു. IG വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിൽ ഹെൻറിക് ഗ്രോമിക്കിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടെന്ന് മനസ്സിലാവുന്നത്. അതായത് ഈ അന്വേഷണത്തിൻ്റെ തുടക്കഘട്ടത്തിൽ ആദ്യ ദിവസം തന്നെ അതായത് വസ്ത്രം വിവസ്ത്രനാക്കി ഉടുതുണിയില്ലാതെയാണ് സ്റ്റേഷനിൽ നിർത്തിയത് എന്ന് IG വിവരം ലഭിക്കുന്നു. ഈ ഘട്ടത്തിൽ IG DYSPയെ വിളിച്ച് സംസാരിച്ച സമയത്ത് DYSP പറഞ്ഞത് അത് പച്ചക്കള്ളമാണ്, അദ്ദേഹം വസ്ത്രമിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് IG നേരിട്ട് പരിശോധനയിലേക്ക് കടക്കുന്നു. CCTV പരിശോധിക്കാൻ മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ആ ഘട്ടം മുതൽ DYSP ആർ അശോകൻ ഹെൻറിക് ഗ്രോമിക്കിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തതെന്ന് വ്യക്തമായി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, അതായത് സാധാരണഗതിയിൽ ഏത് സംഭവം നടന്നാലും DYSPയോടാണ് റിപ്പോർട്ട് എഴുതുക. DYSPയുടെ റിപ്പോർട്ടിൽ പച്ചക്കള്ളം എഴുതി വെച്ചു. ഒന്ന്, മർദ്ദനം നടന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നതാണ് DYSP എഴുതി വെച്ചത്. അതായത് മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്ന ഒരു കുറ്റകൃത്യത്തെ സസ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തെ മറച്ചുവെച്ചു. 41A നോട്ടീസ് നൽകാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം ചെറുതായി ഒന്ന് സൂചിപ്പിച്ച് ഹെൻറിക് ഗ്രോമിക്കിനെതിരായ കടുത്ത നടപടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പച്ചക്കള്ളമായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ, ആർ അശോകൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്ത ഇത്തരത്തിലുള്ള ചട്ടലംഘനത്തിനെതിരെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി IG സേതുരാമൻ DYSPയോട് റിപ്പോർട്ട് വിശദമായ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ ADGP MR അജിത് കുമാർ, DGP ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ളവർ വളരെ കാര്യക്ഷമമായുള്ള അന്വേഷണത്തിലേക്ക് പിന്നീട് കടന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടപടി കൃത്യമായി ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. SKN ഏതായാലും DYSPയുടെ ഇനിയുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. അദ്ദേഹം പാലക്കാട് തിരിച്ച് ലോ ആൻഡ് ഓർഡർ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് ദുഷ്കരമായിരിക്കും. കാരണം ഇത്തരത്തിൽ ഒരു ചട്ടലംഘനം അദ്ദേഹം നടത്തി, മേലുദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കുറ്റകൃത്യം ചെയ്ത CIA IP സംരക്ഷിക്കാൻ ആർ അശോകൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. നമ്മൾ ഒരുപാട് പ്രേക്ഷകർ റൂബിൻലാലിൻ്റെ പ്രശ്നത്തിൽ 24-നും പിന്തുണയായിട്ട് വന്നു. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നത് തന്നെ വ്യാജ കേസിൻ്റെ പേരിലാണ് എന്ന് തിരിച്ചറിയുക. നട്ടപ്പാതിരയ്ക്ക് ഒരാളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോകുക, അടുത്ത മുറിയിൽ കിടക്കുന്ന അമ്മയോട് പോലും വിവരം പറയാതിരിക്കുക, സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം ഇട്ട് അദ്ദേഹത്തെ വനിതാ പോലീസുകാരുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നിർത്തുക, എന്നിട്ട് 10 മണിയായിട്ടും അദ്ദേഹത്തിന് ആളുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു ലുങ്കി ഉടുപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ, തെളിവുകളുടെ ശേഖരമായിരുന്ന ആ മൊബൈൽ ഫോൺ എറിഞ്ഞ് തകർത്ത് തെളിവ് നശിപ്പിക്കുക. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായൊരു കാര്യമാണ്. കാര്യം ഒരു സാധാരണക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളിൽപ്പെടുത്തി അയാളുടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് റൂബിൻലാലിൻ്റെ പ്രശ്നം. കാരണം ഈ പോലീസുകാരും വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന ഒരു അവിശുദ്ധ ബന്ധം ഈ അതിരപ്പള്ളിയിലും മറ്റുള്ള വനമേഖലകളിലും നിലനിൽക്കുന്നു അറിയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് റൂബിൻലാൽ. അയാളെ എത്രയോ തവണ എത്രയോ വിവരാവകാശ രേഖകളിലൂടെ ഇതൊക്കെ അനാവരണം ചെയ്തിട്ടുണ്ട്. അയാൾ പലരുടെയും പേരിൽ വിജിലൻസ്
വിജിലൻസ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കാട്ടുമക്കളുടെ കണ്ണുനീരിന് അവസാനം കാണണമെന്നും ഊരുകളിൽ താമസിക്കുന്ന ദുരിതം ഉള്ള ആളുകളുടെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഒരു രംഗത്ത് കൊണ്ടുവരാനും ഒക്കെ അയാൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ, ഈ പ്രക്ഷോഭത്തിൽ ആദിവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ പങ്കെടുത്തത്. നമുക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് സത്വര നടപടിയെടുത്തു. DGPയും ADGP MR അജിത് കുമാറും അതുപോലെ ഉത്തരമേഖല IG K സേതുരാമനും യഥാർത്ഥത്തിൽ ഈ DYSP പറയുന്ന കള്ളക്കഥയൊന്നും വിശ്വസിക്കാതെ നടപടിയെടുത്തു എന്നുള്ളതാണ്. കാരണം ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കഥയുണ്ടാക്കാൻ ഒരു ഉളുപ്പുമില്ല. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു ജീവനക്കാരനെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം രാത്രി 12 മണിക്ക് പെട്രോളിങ്ങിനായിട്ട് അതിരപ്പള്ളിയിലെ റൂബിൻലാലിൻ്റെ വീട്ടിൻ്റെ അതിലേക്കിടപ്പോൾ അവിടെ വെളിച്ചം കണ്ടു. ഉടനെ അദ്ദേഹം അവിടെ എന്താ വെളിച്ചം കിടക്കുന്ന നട്ടപ്പാതി എന്ന് നോക്കാൻ കയറിയപ്പോൾ റൂബിൻലാൽ ഓടി വന്ന് ജീപ്പിൽ കയറിയിരുന്നു. പിന്നെ ഇറങ്ങുന്നില്ല, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ജയിലിൽ കൊണ്ട് ലോക്കപ്പിലിടൂ, എന്നെ അണ്ടർവെയർ മാത്രം ഇട്ട് ലോക്കപ്പിൽ നിർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കഥ നമ്മൾ ഒരാളോട് വിളിച്ചു പറയുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ. ഇയാളൊക്കെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള പദവിയിൽ സംസ്ഥാനത്ത് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പോലീസ് സേനയ്ക്ക് ഇപ്പോഴും ആത്മവീര്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രശ്നങ്ങളുണ്ടായ ധീരമായ നടപടിയെടുക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് K സേതുരാമനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ. നമുക്ക് തീർച്ചയായിട്ടും അവരോട് നന്ദിയുണ്ട്. കാരണം പോലീസ് സേന തെറ്റിദ്ധരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ നീക്കവും നമ്മൾ നടന്നത്. എന്തായാലും പക്ഷേ ഈ മനുഷ്യൻ ഒരു കള്ളക്കേസിൽ ഇത്രയും ദിവസം ജയിലിൽ കിടന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഈ 4-5 ദിവസം അല്ലെങ്കിൽ 8-9 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ പോയ ജീവിതം മടക്കി കൊടുക്കും? സാധാരണക്കാരോട് ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടതെന്ന ചോദ്യം ബാക്കിയാകുന്നു. റൂബിൻലാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ മോർണിംഗ് ഷോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും തീർച്ചയായിട്ടും.